ഹലോ, ഇത് നമ്മുടെ ഉത്സവത്തിൻ്റെ തലേന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞാൻ കാളമൂട്ടിൽ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ അവിടെ അന്നദാനം ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് സദ്യ ആയിരുന്നു, അതായത് പ്രഥമനൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യ ആയിരുന്നു. എല്ലാ കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചു. അവിയലും തോരനും സാമ്പാറും പരിപ്പും മോരും ഒക്കെ ആയിട്ട്. രാമൂട്ടിന് പിന്നെ കാളെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കൊച്ചിലോട്ട് കാണുന്നത് കൊണ്ട് അവൻ അത് കാണുമ്പോഴും അതിൻ്റെ കൂടെയുള്ള ചെണ്ടമേളം ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവനും അതിൻ്റെ കൂടെ തുള്ളാൻ നോക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് ഇന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ അവിടെ ചെന്നപ്പം ദാണ്ട് അവിടെ ഒരു സ്റ്റാച്ചു, മഹാദേവൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രാവശ്യം ഒരുപാട് പൂക്കൾ കൊണ്ടാണ് അമ്പലം അലങ്കരിച്ചിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചെന്നപ്പോൾ ദീപാരാധന സമയമായിരുന്നു. അപ്പോൾ അവിടെ ചുറ്റുവിളക്ക് എല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അവിടെ ഒരു നേർച്ച ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിന്റെ ചുറ്റും ഉരുളിച്ച നടത്തുമെന്ന് അവിടെയുള്ള ആൺകുട്ടികൾ. അപ്പൊ ആ ഒരു വഴിപാടൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും മൊത്തത്തിൽ പറയാനാണെങ്കിൽ ആ വെട്ടവും പൂക്കളും എല്ലാം കൂടി എന്താ ഒരു സന്ധ്യ സമയം എല്ലാം കൂടി ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. വല്ലാത്തൊരു ഫീലായിരുന്നു ആ സമയത്ത് ശരിക്കും. മാത്രമല്ല ആളുകളെല്ലാം നല്ല ധൃതിയിലായിരുന്നു. കാരണം നാളെ ഉത്സവമാണല്ലോ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ കാണും, അവർക്ക് പാചകം ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് വന്നവരായിരിക്കാം. അപ്പോൾ എല്ലാവരും ധൃതിയിലായിരുന്നു. നമ്മളും അതുപോലെ തന്നെ ധൃതിയിലായിരുന്നു. പിന്നെ അതുപോലെ അവിടെ ഓരോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇടയ്ക്ക കൊട്ടുന്നൊരു ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഓരോ പ്രാവശ്യത്തെ ഡെക്കറേഷനും ഓരോ പ്രാവശ്യവും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ ബെറ്റർ ഈ പ്രാവശ്യം തോന്നും. അപ്പോൾ ഈ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിരിക്കും അടുത്ത പ്രാവശ്യം. ആ രീതിയിലാണ് അവിടുത്തെ പൂക്കളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ അവിടുത്തെ കുതിര ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ കണ്ടു. പിന്നെ പറയാനാണെങ്കിൽ അവിടുത്തെ ഉത്സവ ബലി എല്ലാ ദിവസവും ഈ 10 ദിവസവും വൈകുന്നേരം ഉത്സവ ബലിയുടെ നമുക്ക് അന്നദാന ആഹാരമുണ്ട്. അപ്പോൾ അതും ഇപ്രാവശ്യം എനിക്ക് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ ഇഞ്ഞ് വേഗം തന്നെ പോന്നു. അപ്പോൾ ദേണ്ടാ നമ്മുടെ കരയുടെ മുന്നിൽ കാളയുടെ ചോട്ടിൽ അവിടെ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. അപ്പോൾ അതും കുറച്ചു നേരം നിന്ന് കണ്ടു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. നാളെ ഉത്സവത്തിന് നമുക്ക് ഒരുങ്ങണ്ടേ. അപ്പോൾ ബായ്.